ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉമേഷ് പാണക്കാട്. കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് നമ്മൾ ഫോറക്സ് ട്രേഡിംഗ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാണുന്നുണ്ടാവും. ഞാൻ MT5 സ്ക്രീൻഷോട്ടുകൾ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ട് എൻട്രി എടുക്കുന്നത്. നമ്മുടെ കമന്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഗോൾഡിൽ പ്രോപ്പറായിട്ട് ആ ഒരു എൻട്രി എടുക്കുന്നത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ എന്നുള്ളത്. കമന്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സാപ്പിലൊക്കെ നിങ്ങൾ ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ്. ആ ഒരു എൻട്രി മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആദ്യമേ പറയട്ടെ, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒന്നും കൊണ്ടുപോയിട്ട് ഇത് പരീക്ഷിച്ചേക്കരുത്. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ താഴെയുള്ള ലെവലിലാണ് ബൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഏറ്റവും ഡിപ്പിൽ ബൈ ചെയ്തിട്ട് ലോങ് മുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ സെൽ ചെയ്തിട്ട് താഴെ വാങ്ങിക്കുക. ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് എൻട്രി എടുക്കുന്ന രീതി മാത്രമാണ്. എൻട്രി ആക്റ്റീവ് ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ എൻട്രി എടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ സെറ്റപ്പുകൾ, എൻ്റേതായിട്ടുള്ള സെറ്റപ്പുകളുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. XYZ എന്തൊരു സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡിനെ നിങ്ങൾക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവറേജ് ബൈയിങ് ആണ് അതിനകത്ത് ചെയ്യാൻ പോകുന്നത്. ആവറേജ് ബൈയിങ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസ്ക് എന്താണ് എന്നുള്ളതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാൽക്കുലേഷൻ നിങ്ങളുടെ കയ്യിൽ വേണം. ആ റിസ്കിൻ്റെ ഉള്ളിൽ എത്രത്തോളം ക്വാണ്ടിറ്റിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വാണ്ടിറ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഓരോ എൻട്രിയും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, ഓരോ ലെയറും നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലോവസ്റ്റ് എൻട്രിയിൽ വരുമ്പോൾ, ഞാനത് റിയൽ മാർക്കറ്റിൽ തന്നെ ട്രേഡ് എടുത്തിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ലോവസ്റ്റ് എൻട്രിയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും എക്സ്ട്രീം എൻട്രിയിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റുകൾ ഉണ്ടാവും. ആൻഡ് ഏറ്റവും ഫസ്റ്റ് എൻട്രിയിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാവും. അങ്ങനെ ഓവറോൾ നല്ലൊരു പ്രോഫിറ്റിൽ നമുക്ക് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് എൻട്രിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഈ ഒരു എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എഗെയിൻ വീണ്ടും പറയാണ്, എൻട്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്താനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നില്ലേ, ആ കാത്തിരിക്കുന്നതാണ് മാർക്കറ്റ് റിവാർഡ് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരു XYZ സ്ട്രാറ്റജിയിൽ, ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് ട്രേഡ് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനാണ് എനിക്ക് മാർക്കറ്റ് റിവാർഡ് തരുന്നത്. എൻ്റെ സെറ്റപ്പിലേക്ക് ട്രേഡ് എത്തുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനാണ് മാർക്കറ്റ് എനിക്ക് റിവാർഡ് തരുന്നത്. അല്ലാണ്ട് ഞാൻ എവിടേക്കോ കൊണ്ടിട്ട് കുറേ വല വിരിച്ച് വെച്ചു എന്നുള്ളതല്ല. തോന്നുന്നിടത്തൊന്നും വല വിരിച്ച് വെച്ചാലൊന്നും കാശ് കിട്ടൂല. തോന്നുന്നിടത്തൊക്കെ ഒരുപാട് എൻട്രീസ് എടുത്താലും മാർക്കറ്റിന് കാശ് കിട്ടൂല. മൊത്തം കുടുക്കിടക്കാൻ മാർക്കറ്റ് എടുത്തോണ്ട് പോകും. നമ്മളുടെ എൻട്രി ആകുന്ന പോയിന്റ് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ പോയിന്റിലേക്ക് എത്തുമ്പം കറക്റ്റായിട്ട് അവിടെ എൻട്രിനെ പ്ലാൻ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇത് ഏതിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അതിനെ ട്രൈ ചെയ്യാം. ആൻഡ് കറൻസിയിൽ, ഫോറക്സിൽ, ക്രൂഡിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലായിടത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോയിലേക്ക് പോകാം, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അടുത്ത ദിവസം മുതൽ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ എൻട്രി ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ഭയങ്കരമായിട്ടുള്ള ഗ്രോ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗോൾഡിൻ്റെ 30 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഈ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയായിട്ട് പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്. നമ്മളത് ഏതൊരു ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാലും ഉള്ളത് തന്നെയാണ്. പ്രീവിയസ്ലി ഇന്നലെ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാണ്ടാണ് താഴേക്കുള്ളൊരു ഫോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ മാർക്കറ്റ് റിയാക്ട് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൈസ് സ്ക്യൂസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടുന്ന് പ്രൈസ് പ്രോപ്പറായിട്ട് സ്ക്യൂസ് ആയി വരുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ ആദ്യം പ്രീവിയസ് പൊസിഷൻ ഉണ്ടായിരുന്ന SL എന്ന് പറഞ്ഞാൽ 80 അടുത്തൊക്കെ ആയിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിലേക്ക് പ്രൈസ് എത്താൻ സാധ്യതയില്ല. അതിൻ്റെ മുമ്പ് തന്നെ സ്ക്യൂസ് ആയിട്ട് ആൾ താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 750 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ഒരു SLനെ പ്ലാൻ ചെയ്തിട്ട് 7750, അതായത് ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ 81 എത്തും SL എടുക്കാനായിട്ട്. ഒരു 7750 നമുക്ക് SL ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഞാൻ സെല് ചെയ്യാൻ പോവുകയാണ്. 7780 ആയിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മതി. ഇതിൻ്റെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കപ്പ് തരാനാണെന്നുണ്ടെങ്കിൽ മുകളിലെത്തിയാലും മോൻ തരും കപ്പ്.
സോ ഇവിടെ ഞാൻ ഒരു 0.5 ആഡ് ചെയ്തു. എഗെയിൻ ഞാനൊരു 0.5 കൂടി ആഡ് ചെയ്യുകയാണ്. ഞാൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനിവിടെ ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.5 ആണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. SL പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയാണ് സ്റ്റോപ്പ് ലോസ് ഈ ട്രേഡിൽ എനിക്ക് വരാൻ പോകുന്നത്. സോ ഞാൻ എടുക്കുന്നത് 77.5 ആണ് SL ആയിട്ട് എടുക്കുന്നത്. 77.5. സോ ഈ ഒരു ട്രേഡിൽ എനിക്ക്, ഈ ഒരു ലോട്ടിൽ എനിക്ക് വരാൻ പോകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ 25 USD ആണ് വരുന്നത്. സോ ഇപ്പം ഞാൻ എടുത്ത ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ കേട്ടോ. സോ എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ എൻ്റെ ലിമിറ്റ് ഓർഡറിനെ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ആകെ എടുത്തിട്ടുള്ളത് 0.10 ആണ് എടുത്തിട്ടുള്ളത്. സോ ഇനി ഇവൻ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പെൻഡിങ്ങിലേക്ക് ആടാൻ പോകുന്നത്. ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ സെയിം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, അതായത് 77.5. സോ ഇനി ഈ ഒരു സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന സ്റ്റോപ്പ് ലോസ് എത്രയാണ് വരുന്നത് നോക്കി, 22.75 അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാണ്, കൺഫേം സെല്ല് പെൻഡിങ് ഓർഡർ ഞാനിവിടെ കൊടുത്തു. സോ ഇവിടെ എൻ്റെ ഒരു ഓർഡർ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ എഗെയിൻ ഞാനിവിടെ ഒരു സെല്ല് പെൻഡിങ് ഓർഡർ കൂടി ചൂസ് ചെയ്യാണ്. ഞാൻ ഈ ഒരു പോയിന്റിലാണ് ചൂസ് ചെയ്യണേ. SL ഞാൻ പ്ലേസ് ചെയ്യുന്നത് സെയിം 77 തന്നെയാണ്, 77.5 ആണ്. സോ ഇപ്പോൾ എനിക്കിവിടെ വരാൻ പോകുന്ന SL എന്ന് പറയുന്നത് $19.79 ആണ്. സോ അതിനെ ഞാൻ സെലക്ട് ചെയ്തു. എഗെയിൻ ഞാൻ വീണ്ടും ഇവിടെ പെൻഡിങ് ഓർഡറിനെ പ്ലേസ് ചെയ്യാണ്. ആൻഡ് സ്റ്റോപ്പ് ലോസിനെ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് 77.5 തന്നെയാണ്. ആൻഡ് ഓർഡറിനെ ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റേഞ്ചിലൊക്കെ ആയിട്ടാണ്. സോ എനിക്കിവിടെ വരാൻ പോകുന്നത് 16.20 USD ആണ്. സോ എഗെയിൻ ഞാൻ സെല് ചെയ്യാൻ പോകുന്നു. സ്റ്റോപ്പ് ലോസിനെ ഞാൻ സെറ്റ് ചെയ്യുന്നത് 77.5 ആൻഡ് പെൻഡിങ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ്. സോ എഗെയിൻ എനിക്ക് 16.29 USD SL ആയിട്ട് വരുന്നുണ്ട്. സോ രണ്ട് ഓർഡറും സെയിം പ്ലേസ് തന്നെ വന്നിട്ടുള്ള ലെറ്റ് ഇറ്റ് ബി. ആൻഡ് എഗെയിൻ ഞാനിവിടെ 77.5 ആൻഡ് ഓർഡർ ഷുഡ് ബി ഓവർ ഹിയർ, ഈ റേഞ്ചിൽ $14. സോ ഇത്രയും ഓർഡേഴ്സിനെ ഞാനിവിടെ സെറ്റ് ചെയ്തു. സോ നമുക്കിവിടെ കാണാൻ പറ്റും 2 ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, $5 ഓർഡേഴ്സ് പെൻഡിങ്ങിലുണ്ട് അല്ലേ. സോ നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്ട്രീം ഓർഡർ കൂടി എടുത്തു കഴിഞ്ഞാൽ, സോ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു 2 ഓർഡർ കൂടി സെറ്റ് ചെയ്യാം. ഞാൻ ആ മാർക്കറ്റിൽ ഒന്നുകൂടി സെല് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നില്ല പ്രൈസ് തിരിച്ചങ്ങോട്ട് പോകാനുള്ള സാധ്യത, മാർക്കറ്റിൻ്റെ വരവ് കണ്ടിട്ട് ചെറിയൊരു പ്രയാസം പോലെ തോന്നുന്നുണ്ട്. ഇനി പോവുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആവറേജ് ബൈയിലല്ലേ ഇട്ടേക്കണേ. സോ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണ്, ഇതിന് $26 എനിക്ക് SL ആയിട്ട് വരുന്നത്. ബട്ട് ഈ ഒരു എൻട്രിക്ക് എനിക്ക് വരാൻ പോകുന്ന SL എന്ന് പറഞ്ഞാൽ $8 or $9 ആണല്ലേ. സോ ഇങ്ങോട്ട് ആവറേജ് ചെയ്ത് ഞാൻ ബൈ ചെയ്യുമ്പോൾ, ആവറേജ് ബൈയിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പരിപാടി ഒരിക്കലും കൊണ്ടുപോയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പരീക്ഷിച്ചേക്കരുത് കേട്ടോ. അട്ടപടലം പൂട്ടിക്കിട്ടും പരിപാടിയെ, ഉള്ള കാര്യം പറഞ്ഞുതരാം. സോ നിങ്ങൾക്ക് ഫോറക്സിലാണെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ സ്റ്റോക്കിലാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നിങ്ങൾ 1000 ക്വാണ്ടിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ വെച്ചിട്ട് 1000 എണ്ണം ഷോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ എഗെയിൻസ്റ്റ് പോകുമ്പം കയ്യിലുള്ള കാശും കടം വാങ്ങിച്ച കാശൊക്കെ വെച്ചിട്ട് വീണ്ടും എഗെയിൻ ഷോർട്ട് ചെയ്യല്ല. ഇവിടെ നിങ്ങൾ 1000 ഷോർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെറും 100 മാത്രം ചെയ്യുക. മാർക്കറ്റ് എഗെയിൻ നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് മുകളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എഗെയിൻ 100 ആഡ് ചെയ്യുക. വീണ്ടും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 100 ആഡ് ചെയ്യുക. വീണ്ടും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 100 ആഡ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് ഗോൾഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പം എനിക്ക് എത്ര SL കണ്ടത്, $26 കണ്ടത് അല്ലേ. സോ ഈ $26 കാണുമ്പോൾ ഈ $26 എനിക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 0.05 എന്നുള്ളതിനെ എനിക്ക് 0.03യിലേക്കോ 0.02യിലേക്കോ കൊണ്ടുവരാൻ പറ്റും. എഗെയിൻ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. 77 എന്നുള്ളതിനെ ഞാൻ 7750 അല്ലേ SL, 7750 ആണ് SL വരാൻ പോകുന്നത്. സോ ഞാനിവിടെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് $25 ആണ് എനിക്ക് SL ആയിട്ട് വരാൻ പോകുന്നത്. സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഇവിടെ ചെന്നിട്ട് ഈ ഒരു ലോട്ടിനെ കുറക്കുകയാണ്. സോ ലോട്ടിനെ ഞാൻ കുറക്കുമ്പോൾ എനിക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, 50 ഓക്കെ. ലോട്ടിനെ ഞാൻ കുറക്കുമ്പോൾ എനിക്കിവിടെ $10 ആയിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ SL. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് സ്റ്റോപ്പ് ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ ഈ ഒരു റേഞ്ചിൽ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.02ലാണ് ഞാനിവിടെ കൺഫേം സെല്ല്, എഗെയിൻ ഞാൻ സെല്ല് കൊടുത്തു. ആൻഡ് ഇവിടെ എത്തുമ്പോൾ
ഇതിനകത്ത് എനിക്ക് ഉണ്ടാവാൻ പോകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ 0.02 എനിക്ക് ഉണ്ടാവാൻ പോകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ $10 അല്ല, മാക്സിമം വരാൻ പോകുന്ന ലോസ് എന്ന് $10. സോ ഇവിടുന്ന് എത്തുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ എനിക്ക് ആവറേജ് എനിക്ക് ലോസ് വരുമ്പം കുറഞ്ഞ ലോസേ വരുള്ളൂ. ഇൻ ദ സെൻസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വന്നിട്ടുള്ള ലോസല്ലേ വരുള്ളൂ. സോ ഇവിടെ ഞാൻ 0.03 ഞാൻ പഞ്ച് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് ഇങ്ങോട്ട് പോയി, നമ്മുടെ SL ഓക്കെ ആവുന്നില്ലെങ്കിലാണ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. എഗെയിൻ മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, 0.04 ഞാൻ പഞ്ച് ചെയ്യാണ്. എഗെയിൻ മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, 0.05 ഞാൻ പഞ്ച് ചെയ്യാണ്. സോ നമുക്ക് എങ്ങനെ ലോട്ടിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായോ. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് എത്തും തോറും എനിക്ക് എന്താവുകയാണ്, ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ എൻ്റെ ട്രേഡുകൾ വരാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ലെറ്റ്സ് സേ ഗോൾഡിനെ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോൾഡ് ഹൈലി വോളട്ടൈലാണ്. സോ അതിനകത്ത് നിങ്ങളുടെ ആക്യുറസി ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓറൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂറോ USD അല്ലെങ്കിൽ GBP USD അല്ലെങ്കിൽ പിന്നെ GBP JPY അങ്ങനെയുള്ള പേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനകത്തൊക്കെ നിങ്ങൾക്ക് ഈ സെയിം മെത്തേഡ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സെയിം മെത്തേഡ് തന്നെ നിങ്ങളുടെ ട്രേഡിനെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. USD JPY നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ചെക്ക്, ഞാനിവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ ആദ്യം ഫസ്റ്റ്. ഇല്ല, മാർക്കറ്റ് ഒന്നുകൂടി താഴേക്ക് വരണമെങ്കിൽ മാത്രമേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരണുള്ളൂ. സോ നമുക്ക് നോക്കാം, ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കറൻസിയിൽ കൂടി ഞാനത് പഞ്ച് ചെയ്തിട്ട് ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എഗെയിൻ മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇവൻ ഇവിടെ വരണം, ഇവിടെ വന്നാലാണ് സംഗതി ഒന്നുകൂടി കളറാവുക, അപ്പോഴാണ് നമ്മളുടെ ക്വാണ്ടിറ്റീസ് എല്ലാം തന്നെ പഞ്ചാവുക. സോ വൺസ് ഇതിനെ ടച്ച് ചെയ്തിട്ട് ഇവൻ ഇവിടുന്ന് തിരിഞ്ഞ് വൺസ് ഈ ഒരു എക്സ്ട്രീം ഓർഡർ കൂടി എടുത്തിട്ടാണ് ഇവൻ ഇവിടുന്ന് തിരിയുന്നതെങ്കിൽ ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായിട്ടുണ്ടാവും എന്നറിയോ, നമ്മൾ നല്ല പ്രോഫിറ്റിലെത്തിയിട്ടുണ്ടാവും. എഗെയിൻ ഇവിടെ എത്തുമ്പോഴേക്ക് നമുക്ക് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഈ ഒരു സ്പൈഡർ രീതിയിൽ നമ്മൾ എൻട്രി എടുത്താലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് വൺസ് ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടാണ് നമ്മുടെ എക്സ്ട്രീം എൻട്രീസ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും, അതായത് നമ്മുടെ ഫസ്റ്റ് എൻട്രി വന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടാവും. ഓറൽസ് ഇവിടുന്ന് എക്സ്ട്രീം ഓർഡർ എടുത്തിട്ട് ഇവിടെ എത്തിയിട്ട് ലെറ്റ്സ് സേ ഈ ഒരു 70 എന്നുള്ള ലെവലിലേക്കൊക്കെ 70,500 ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് പ്ലാൻ ചെയ്യണം. ലെറ്റ്സ് അസ്യൂം 70,500. സോ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം, ഇവൻ ഇവിടുന്ന് തന്നെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ സംഗതി വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇവനൊന്ന് മുകളിലേക്ക് കയറി ഒന്ന് താഴേക്ക് വീഴട്ടെ. സോ എഗെയിൻ നമ്മുടെ കയ്യിലിപ്പം ഓർഡേഴ്സ് ഓപ്പൺ ആയിട്ടുള്ളത് എടുത്തിട്ടുള്ളത് 4 ഉണ്ട്, പെൻഡിങ്ങിൽ 7 ഉണ്ട്. സോ 4 എന്ന് പറയുന്നത് ലാസ്റ്റ് തരണം ഞാൻ 0.02 നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് യൂഷ്വലി ഞാൻ എടുക്കുന്നത് ഈ പറഞ്ഞതുപോലെ 0.05 ഇൻറ്റു 10 ഓറൽസ് ഇൻറ്റു 15 ഇങ്ങനെയാണ്. അത് അപ് ടു സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ചാണ് ഞാനത് ചെയ്യാറുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മൾ സ്പൈഡർ സ്ട്രാറ്റജി പ്രകാരം ട്രേഡുകളെ പഞ്ച് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എഗെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഓൺ ദ ലോവർ സൈഡിലാവരുത് ഹെവി ക്വാണ്ടിറ്റിനെ പഞ്ച് ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ ഇവിടുന്ന് എന്തെങ്കിലും ഒരു മെത്തേഡിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പിൽ നമുക്ക് എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ, ലെറ്റ്സ് സേ ഞാൻ ഇങ്ങനെയാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്, ഇവിടുത്തെ ബ്രേക്ക് ഔട്ടിൽ ഇതിൻ്റെ മുകളിൽ SL ആയിട്ടാണ് ഞാൻ എൻ്റെ എൻട്രിനെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ എൻട്രി വരേണ്ടത് ഇവിടുന്ന്, അതായത് ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ് അല്ലേ, ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്കായിരിക്കണം, താഴേക്കാവരുത് കേട്ടോ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, 0.05 എടുക്കുകയാണ്. എഗെയിൻ 0.05 അതിൻ്റെ മുകളിൽ എടുക്കുകയാണ്. എഗെയിൻ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ 0.05 എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. ഓറൽസ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹ്യൂജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ 0.01 ആഡ് ചെയ്യാണ്. എഗെയിൻ ഇങ്ങോട്ട് എത്തുമ്പോൾ 0.01 ആഡ് ചെയ്യാണ്. എഗെയിൻ മുകളിലേക്ക് എത്തുമ്പോൾ 0.02 ആഡ് ചെയ്യാണ്. എഗെയിൻ മുകളിലേക്ക് എത്തുമ്പോൾ 0.03 ആഡ് ചെയ്യാണ്. എഗെയിൻ മുകളിലേക്ക് എത്തുമ്പം 0.05 ആഡ് ചെയ്യാണ്. സോ ഇങ്ങനെ ആകുമ്പോഴും എന്താണ്, ഇൻ എനി ചാൻസ് ഇത് SL ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ലെഗിൽ എനിക്ക് വരാൻ പോകുന്ന SL വെരി മിനിമം SL ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് ലെഗിൽ എനിക്ക് വരാൻ പോകുന്ന SLും വെരി മിനിമം ആയിരിക്കും. കാരണം ഇവിടെ നിന്നാണ് ഞാൻ 0.05 എടുത്തിട്ടുള്ളത്, അതിൻ്റെ SL ഇവിടെ അടിക്കാൻ പോകുന്നത്. വാട്ട് ഇഫ് ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു ഫ്ലോയിൽ മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ ഒരു പോയിന്റിലാണ് എൻ്റെ 0.05 ഉള്ളത്, അത് ഇവിടെ എത്തുമ്പോഴേക്കും ഹ്യൂജ് പ്രോഫിറ്റിലെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള പ്രോഫിറ്റിലെത്തിയിട്ടുണ്ടാവും. ആൻഡ് അത് നമ്മുടെ ടാർഗറ്റിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് വയറ് നിറയുന്ന പ്രോഫിറ്റ് മാർക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ടാവും. സോ നല്ലൊരു ട്രേഡായിട്ട് ടേൺ അറൗണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെയുണ്ട്. സോ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ എൻട്രീസ് വരേണ്ടത് എന്നുള്ളതാണ്. സോ എഗെയിൻ ഞാൻ പറയാണ്, ഇതിലൊന്നുമല്ല കഥ, എന്തിലല്ല, ലൈക്ക് നമ്മൾ പിന്നെ
സ്പൈഡർ മെത്തേഡിൽ എൻട്രി എടുത്തോ മറ്റേതാക്കിയോ മറിച്ചതാക്കിയോ ഇതിനകത്തൊന്നുമല്ല കഥ. എഗെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. എഗെയിൻ നിങ്ങൾ പല ആളുകളും നമ്മുടെ ടെലഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണൊക്കെ നിങ്ങൾ പല പ്രാവശ്യം എൻ്റെ ചാർട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഇതൊക്കെ എല്ലായിടത്തും ഒരേപോലെ വർക്ക് ചെയ്യുന്നതാണ്. ഫോറക്സിലാവട്ടെ, ഗോൾഡിലാവട്ടെ, ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ. ഈവൻ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള ട്രേഡ് എന്താണ്, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ചെറിയൊരു ട്രേഡ് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ട്രേഡും എക്സാക്റ്റ് സെയിം ഇത് തന്നെയായിരുന്നു. ലെറ്റ് മീ ഷോ യു. ആ ഒരു ട്രേഡും ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എക്സാക്റ്റ് സെയിം ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. സോ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, എത്ര പ്രാവശ്യം അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് റിസൾട്ട്. ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രാക്ടീസ്, ഡെഡിക്കേഷൻ, അത്ര മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നേരത്തെ ഗോൾഡിൽ മുകളിലേക്ക് നോക്കിയിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടുന്ന് താഴേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പോയിൻ്റ് പ്രീവിയസ്ലി ഇതൊരു സപ്പോർട്ടായിട്ടുള്ള പോയിൻ്റാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് പാറ്റേണിനെ വരച്ച് കുത്തിച്ചാരി വെച്ചിട്ട് എടുക്കണം എന്നുള്ളതല്ല കേട്ടോ. സോ ഇവിടെ പ്രീവിയസ്ലി റെസൻസ് ആയിട്ടുള്ള പോയിൻ്റാണ്. നമ്മൾ 15 മിനിറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും ഈ ഒരു പോയിൻറ്റിനെ. ആൻഡ് ആ ഒരു പോയിന്റിലേക്ക് വന്നു, സം കണ്ടീഷൻസ് കാണിച്ചു. അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ എൻട്രിനെ ഞാൻ എൻ്റെ ബ്രേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നതാണ്. ഞാൻ ചെറിയ പ്രോഫിറ്റിനെ മാത്രമേ അതിനകത്ത് ബുക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം അതിനകത്തൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തിട്ട് അവിടുന്ന് മാറി എന്നുള്ളതാണ്. അഗെയിൻ താഴേക്കുള്ള മൂഡ് എനിക്ക് രാവിലെ മുതലേ വലിയ ഓക്കെ അല്ലായിരുന്നു, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ താഴേക്ക് ഞാൻ അത്ര ഭയങ്കര ഹെവി ഇൻട്രസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ താഴേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടും ഇല്ല എന്നുള്ളതാണ്. സോ മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് താഴേക്ക് വന്നു, ഗോൾഡ് നല്ല രീതിയിലൊന്ന് താഴേക്ക് വന്നു. 71-28 വരെ വന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു പോവാണ്. സോ നമ്മുടെ എൻട്രി ആസ് ഓഫ് നൗ, ബാക്കിയുള്ള എൻട്രീസ് എല്ലാം തന്നെ മുകളിൽ അട്ടത്ത് കയറി പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. നോക്കാം, മുകളിലേക്ക് തിരിച്ച് കയറിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓറൽസ് ഇതിലാണെന്നുണ്ടെങ്കിൽ മറ്റേ കൊച്ചു പറഞ്ഞ പോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എൻ്റെത് ശരിയാവില്ല. ഇപ്രാവശ്യം മാത്രമേ ശരിയാവാത്തുള്ളൂ. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിൽ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. സോ ലെറ്റ്സ് സീ, നോക്കാം നമുക്ക്. ഓക്കെ, എഗെയിൻ ഇവനൊന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ബട്ട് ഇവിടെ അല്ല, ശരിക്കും ഇവൻ എല്ലാം എടുക്കണം. എല്ലാ ഓർഡേഴ്സും എടുത്തിട്ട് തിരിച്ചു വരികയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് എൻട്രിയുടെ ഏറ്റവും ബ്യൂട്ടി ഇരിക്കുന്നത്. എല്ലാ ഓർഡേഴ്സും എടുത്തിട്ട് ഇവിടുന്നാണ് ഇവൻ താഴേക്ക് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രീം ഓർഡേഴ്സൊക്കെ എടുത്തിട്ട് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് ഇതിൻ്റെ ശരിക്കുള്ള റിയൽ ബ്യൂട്ടി ഇരിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓർഡറിനെ എടുത്തിട്ട് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഗ്രേറ്റ് ട്രേഡ്, നല്ലൊരു ട്രേഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മളെടുത്ത എൻട്രി നമ്മളെ കൂട്ടാണ്ട് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂട്ടാണ്ട് ഇൻ ദ സെൻസ് ഇവിടം വരെ കയറിയുള്ളൂ. ഈ ഓർഡർ എടുക്കാനുള്ള ഒരു കരുണ പോലും ആൾ കാണിച്ചില്ല. എഗെയിൻ നമ്മളുടെ 6 ഓർഡേഴ്സ് നമ്മളിത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ഈ 6 ഓർഡേഴ്സ് കൂടി ഫില്ലായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പം തന്നെ നമ്മളൊരു $100+ ഡോളർ പ്രോഫിറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ഇപ്പോൾ നമുക്ക് ഏകദേശം കാണിച്ചുകൊണ്ടിരിക്കുന്നത് 40 to 45 എന്നുള്ള ലെവലിലാണ്. മോശമില്ല, എന്നാലും ലൈക്ക് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യാം. ബട്ട് അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം ഇനി അവൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഫ്രഷ് എൻട്രി എടുത്താൽ മതിയല്ലോ. ഓൾറെഡി നമ്മൾ പ്രോഫിറ്റിലല്ലേ നിൽക്കുന്നത്. സോ ഇനി ഇവൻ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ വെച്ചിട്ട് നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ നമ്മൾ പുതിയ എൻട്രി എടുക്കും. ബട്ട് ഇതിനെ ഇനി തിരിച്ചു വന്നിട്ട് ലൈക്ക് എൻട്രി ആക്റ്റീവ് ആവാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അവൻ. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, എങ്ങനെയാണ് ഇവൻ ഇവിടെ ടച്ച് ചെയ്തിട്ടാണോ വരുന്നത് അതോ ഇവിടുന്ന് വീണ്ടും താഴേക്ക് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താ കാണിക്കണേ നോക്കാം. ഓക്കെ, ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിച്ച ടാർഗറ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നൊരു കാര്യമായിരിക്കും, ഓക്കെ ഈ ഫസ്റ്റ് എൻട്രിയിൽ നമുക്ക് $25 SL വന്നിട്ടില്ലേ, സോ ഇതെങ്ങനെയാണ് $50 നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നത് എന്നുള്ളത് അല്ലേ. സോ ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകളാണ്. സോ വൺസ് ഈ ഒരു എൻട്രി, ഇതിൻ്റെ മുകളിൽ നമ്മളുടെ 6 എൻട്രീസ് ആണ് നമ്മളുടെ എൻട്രി ആക്റ്റീവ് ആവാണ്ട് വന്നിട്ടുള്ളത്. സോ വാട്ട് ഇഫ് ഈ ഒരു എൻട്രീസിനെ മൊത്തത്തിൽ എടുത്തിട്ടാണ് ഇവർ ഇവിടുന്ന് താഴേക്ക് വരുന്നതെങ്കിൽ, ഈ ഏറ്റവും ടോപ്പിൽ നമ്മൾ എടുത്ത എൻട്രി ഉണ്ടായില്ലേ, ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ ഓർഡർ ഇട്ട ആ ഒരു എൻട്രിയിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ഈ ഒരു ഫസ്റ്റ് എൻട്രിയിൽ ഞാൻ $25 അല്ല SL പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ഈ ഒരു ലെഗ് മാത്രം നമുക്ക് $30 പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ?
ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഒരു $28 കാണിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ തൊട്ട് താഴെയുള്ളത് അറൗണ്ട് ഒരു 25-26 ആ ഒരു റേഞ്ചിൽ കാണിച്ചിട്ടുണ്ടാവും. ഈവൻ തോ നമ്മൾ വന്ന് ഇവിടെ എത്തുമ്പോൾ ഓക്കെ നല്ലൊരു ഫോൾ ആയിരുന്നു നമ്മൾ കാണിച്ചു, ബട്ട് നമ്മൾ നമ്മുടെ പ്രോഫിറ്റിലെത്തി നമ്മൾ ഇറങ്ങി, നമ്മൾ പ്ലാൻ ചെയ്ത ടാർഗറ്റിലെത്തി നമ്മൾ ഇറങ്ങി. സോ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു ടാർഗറ്റ്. സോ നമ്മൾ ഇവിടുന്ന് എടുത്ത എൻട്രി ഉണ്ടല്ലോ, സോ ആ ഒരു എൻട്രി ഇങ്ങോട്ട് എത്തുമ്പം എന്തായിട്ടുണ്ടാവും, ഒരു $10 മുകളിൽ അതിനകത്ത് മാത്രം പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവും. ഏറ്റവും ലോവസ്റ്റ് എൻട്രിയിൽ മാത്രം അത്രയും പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവും. സോ ഇവിടുന്ന് എടുത്ത എൻട്രിയിൽ നിന്ന് അതിലും കൂടുതലായിട്ടുള്ളൊരു പ്രോഫിറ്റും കാണിച്ചിട്ടുണ്ടാവും. സോ ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ പല പ്രാവശ്യം ഷെയർ ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം, എൻ്റെ സ്ക്രീൻഷോട്ട് ആക്കി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സോ ഇവിടുന്ന് ഞാനെടുത്ത എൻട്രി എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ഈ ഫോട്ടോയിൽ ഏറ്റവും ടോപ്പസ്റ്റ് ലെയറിനെ നോക്കിയാൽ മതി. സോ ഈ ഒരു പോയിന്റ് മുതൽ എൻ്റെ എൻട്രീസ് ആക്റ്റീവ് ആവുന്നുണ്ട് അല്ലേ. സോ ഇവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് ഞാൻ അതിഭീകരമായിട്ടുള്ള പ്രോഫിറ്റിലായിരിക്കും ഉണ്ടാവുക. എഗെയിൻ അതിൻ്റെ താഴേക്ക് വരുമ്പം ഈ ഒരു ലെയറിലടക്കം ഞാൻ പ്രോഫിറ്റിലായിരിക്കും ഉണ്ടാവുക. സോ വാട്ട് ഇഫ് ലോസാണ് ബുക്ക് ചെയ്യുന്നതെങ്കിലോ, ലോസ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടുന്ന് നമുക്ക് വരുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തായിരിക്കും നമുക്ക് എക്സ്ട്രീം ലോസ് വരിക. ഇതിനകത്ത് നമുക്ക് വരാൻ പോകുന്നത് ഏറ്റവും മിനിമം ലോസ് ആയിരിക്കും. സോ ഇൻ ദിസ് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6890 68,800 എൻ്റെ ലാസ്റ്റ് എൻട്രി വന്നിട്ടുള്ളത്. ബട്ട് 70,100 എൻ്റെ SL വന്നിട്ടുള്ളത്. സോ ഇവിടെ 65 ആയിരുന്നു. സോ $65 to $75 SL ഈ ഒരു ലെഗിൽ വരും. ബട്ട് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് ആകെ വരുന്നത് $2 SL ആണ്. ബട്ട് ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് എത്തുമ്പോൾ, അതായത് ഈ കറണ്ട് സ്റ്റേജിൽ ഇപ്പോൾ 2064 അല്ലേ ഉള്ളത്. സോ 68 നിന്ന് 64 ഇവൻ ഓൾറെഡി എത്തി. 6880 ആണ്. അവിടുന്ന് 6460 എത്തി. സോ അറൗണ്ട് $5 ഈ ഒരു ലെഗ് എനിക്ക് പ്രോഫിറ്റ് കാണിച്ചു. ആൻഡ് ദ സെയിം ടൈം 65 നിന്ന് ഇങ്ങോട്ടേക്ക് എന്ന് പറയുമ്പം അറൗണ്ട് $1.5 ഈ ഒരു ലെഗും എനിക്ക് പ്രോഫിറ്റ് കാണിച്ചു. സോ ഇങ്ങനെ വരുമ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ ആക്യുറസി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ട്രേഡിംഗ് മെത്തേഡിൽ നമുക്ക് ആക്യുറസി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെടുക്കുന്ന ട്രേഡുകൾ ലെറ്റ്സ് സേ ഇങ്ങനെയുള്ള ഒരു 2 ട്രേഡ് അല്ലെങ്കിൽ 3 ട്രേഡ് അല്ലെങ്കിൽ ഒരു 5 ട്രേഡ് SL വന്നു കഴിഞ്ഞാലും ഇങ്ങനെ കിട്ടുന്ന ഒരു ട്രേഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു പ്രോഫിറ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഐ തിങ്ക് ഇത് വേറെയാണ്, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണ്. സോ ഈ ഒരു എക്സ്ട്രീം ഓർഡറിനെ മാത്രമേ ഇവിടെ പിക്ക് ചെയ്യാത്തുള്ളൂ. 67 എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്ട്രീം ഓർഡറിനെ മാത്രമേ പിക്ക് ചെയ്യാത്തുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം തന്നെ പിക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ അതിനകത്ത് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെ നമ്മുടെ എക്സ്ട്രീം ഓർഡേഴ്സിനെല്ലാം തന്നെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് അത് എത്തും. സോ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഗോൾഡിൽ ഇത് നമ്മൾ ബൈ ആണ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെയുള്ള ലാസ്റ്റുള്ള 2 എൻട്രീസിനെ മാത്രമേ മാർക്കറ്റ് എടുക്കാത്തുള്ളൂ. ബട്ട് ഇവിടെ എക്സ്ട്രീം ഓർഡേഴ്സിനെ വരെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം ഷൂട്ടപ്പ് ആയിട്ടുണ്ട്. സോ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ നമുക്കിത് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ മാർക്കറ്റ് ഇവിടുന്ന് പ്രോപ്പറായിട്ട് ഒന്നുകൂടി താഴേക്ക് ഡിപ്പ് വന്നിട്ടുണ്ട്. എഗെയിൻ നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് ആ ഒരു പോയിന്റിൽ നമ്മൾ ഇറങ്ങി എന്നുള്ളതാണ്. ബട്ട് ഇവിടുന്ന് എല്ലാം എടുത്തതിന് ശേഷമാണ് ഇവിടെ ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് നമ്മൾ കാണിച്ചു തരാം. നല്ലൊരു ബ്ലാസ്റ്റിംഗ് പ്രോഫിറ്റിൽ നമ്മളിത് എൻഡ് ചെയ്തേനെ. അപ്പോൾ ഓക്കെ, നമ്മളിന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് എൻട്രി, എങ്ങനെയാണ് നമ്മൾ ആ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് പ്രോപ്പർ എൻട്രി എടുക്കുക എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ എടുക്കുന്ന എൻട്രിയുടെ മുകളിലേക്കായിരിക്കണം നമ്മളുടെ ലെയേഴ്സ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഷോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് അസ്യൂം ഈ ഒരു പോയിന്റിലാണ് ഞാൻ ഷോർട്ട് വിചാരിച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെയാണ് എൻ്റെ SL വരുന്നത്. ലെറ്റ്സ് സേ താഴേക്കാണ് എൻ്റെ ടാർഗറ്റ് വരുന്നതെങ്കിൽ ടാർഗറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മളിപ്പം ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുകയാണ്. ലെറ്റ്സ് സേ ഇവിടുന്നാണ് നമ്മളുടെ ആക്ച്വൽ എൻട്രി വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് 1:1 ആണ് ടാർഗറ്റ് പിടിക്കണമെന്ന് നോക്കുക. ലെറ്റ്സ് അസ്യൂം ഇവിടെയാണ് എൻ്റെ SL വരാൻ പോകുന്നത്. ഈ ഒരു ഡിപ്പിൻ്റെ മുകളിലായിട്ട് എൻ്റെ SL, ഇവിടെയാണ് എൻ്റെ 1:1 എന്ന് വെക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1:1 എന്നുള്ളത് ഒരു ചെറിയ ടാർഗറ്റ് അല്ലേ എന്നുള്ളൊരു ചിന്ത നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇപ്പോൾ വരുന്നുണ്ടാവും. ബട്ട് ഇവിടെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ എൻട്രി എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലൈക്ക് ഇപ്പം നമ്മൾ ഇവിടെയാണ് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത്. ലെറ്റ്സ് സേ നമുക്ക് 1 സെക്കൻഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി.
ഓൺ സെക്കൻഡ് എൻട്രി നമ്മളുടെ അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ എൻട്രി നമ്മളുടെ ഇവിടെയാണ് വരുന്നത് നോക്കുക. സി ഈ ഒരു എൻട്രി ഇവിടെ എത്തുമ്പോഴേക്ക് ലാസ്റ്റ് എൻട്രി ഇവിടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ, ഏറ്റവും എക്സ്ട്രീം എൻട്രി നമ്മളുടെ ഇവിടെയുള്ളത്. സി അത് ഇവിടെ എത്തുമ്പോഴേക്ക് എത്രയാവുന്നുണ്ട്, 1:4.75 ആവുന്നുണ്ട്, 7 ആവുന്നുണ്ട് അല്ലേ. സി നമ്മളുടെ ഫസ്റ്റ് എൻട്രി മാത്രമേ നമ്മൾ എന്താവുന്നുള്ളൂ 1:1 കട്ട് ചെയ്യുന്നുള്ളൂ. സോ വാട്ട് ഇഫ് നമ്മളുടെ അടുത്ത എൻട്രി വരുന്ന പോയിന്റ് ഇവിടെയാണ്, ഇങ്ങനെയാണ് നമ്മളുടെ എൻട്രീസ് വന്നിട്ടുള്ളത് നോക്കുക. ഇന്നിപ്പോൾ നമുക്ക് 5 എൻട്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ, 5 എൻട്രിയിൽ ഒരെണ്ണം 0.02 ആണ് അല്ലേ. സോ ഇവിടെ ഇങ്ങനെയാണ് നമ്മളുടെ എൻട്രി വന്നിട്ടുള്ളത് നോക്കുക. സി ഈ ഒരു എൻട്രി ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ 70ലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് 1:295 വരുന്നുണ്ട്, 1:2 വരുന്നുണ്ട്. ബട്ട് ഈ ഒരു എൻട്രി മാത്രമേ നമ്മളുടെ എന്ത് വരുന്നുള്ളൂ 0.5 വരുന്നുള്ളൂ. ബാക്കിയുള്ള എൻട്രീസ് എല്ലാം തന്നെ 1:1 ആൻഡ് എക്സ്ട്രീം എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മളുടെ എക്സ്ട്രീം എൻട്രി ഐ തിങ്ക് ഇവിടെയായിരുന്നു 76 നമ്മളുടെ എക്സ്ട്രീം എൻട്രി, 75 ആയിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. സോ 76 നമ്മളുടെ എക്സ്ട്രീം എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 1:4.25 ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളിതിനകത്ത് എന്തുണ്ടാക്കുന്നത്, വലിയ പ്രോഫിറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് എൻട്രി മെത്തേഡിലൂടെ. നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ അത്യാവശ്യം നല്ല മോശമില്ലാത്ത ലൈക്ക് ഗോൾഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗോൾഡിനെ സീരിയസ് ആയിട്ട് ട്രേഡ് എടുത്താലോ ഈവൻ എന്തോ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഗോൾഡിലൊന്നും കൂടി സീരിയസ് ആയാലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള പ്രീമിയം ഫ്ലക്ച്വേഷൻ അവിടെ വരണില്ല ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. സോ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ എൻട്രി എടുക്കുന്നു എന്നുള്ളതിലല്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു റെലവൻസും ഇല്ല. ഇൻ ദ സെൻസ് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. ബട്ട് നമുക്ക് ആക്യുറസിയാണ് ഇവിടെ വേണ്ടത്. നമുക്ക് പ്രോപ്പറായിട്ടൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ജസ്റ്റ് ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാണിച്ചു തരാം. നമ്മളിവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. 1 സെക്കൻഡ് ഞാൻ നിന്ന് ഓക്കെ. നമുക്ക് ഈ ഒരു എൻട്രി നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത എൻട്രീസാണ് കേട്ടോ, ക്ലോസ്ഡ് എൻട്രീസാണ്. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ലോസ് വരുന്നുണ്ട്. ലോസ് വരുമ്പോൾ ഈ 14, 16 അങ്ങനെ ആ ഒരു ചെറിയ റേഞ്ചിലുള്ള ലോസ് വരുന്നുണ്ട്. ബട്ട് പ്രോഫിറ്റ് വരുമ്പോൾ നോക്കിയേ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്. സോ ഇതാണ് നമ്മൾ എക്സ്ട്രീം എൻട്രീസ് വരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് എൻട്രിയിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ $6.86 ആണ്. ബട്ട് എക്സ്ട്രീം എൻട്രിയിൽ നമുക്ക് $26 ഒക്കെ പ്രോഫിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആക്യുറസി ഈ ഒരു സ്പൈഡർ എൻട്രി വഴി നമുക്ക് എങ്ങനെയാണ് നമുക്കത് ബെനിഫിഷ്യലായി വരുന്നത് നിങ്ങൾ നോക്കി. എത്രത്തോളം നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കി. ആൻഡ് എഗെയിൻ പറയാണ്, നമ്മൾ എന്തൊരു സെറ്റപ്പിൽ എൻട്രി എടുക്കുന്നു എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്ക് ഏറ്റവും മിനിമം നമ്മളിപ്പോൾ ലെറ്റ്സ് ഞാൻ നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷനായിട്ട് ലെറ്റ്സ് ഒരു ഇതിനെ കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റ്സ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാനൊരു ജസ്റ്റ് ചുമ്മാ ഞാനൊരു 20 EMA പ്ലോട്ട് ചെയ്യാണ്. ഞാനൊരു 20 EMA പ്ലോട്ട് ചെയ്യാണ്. 20 EMA ലെങ്ത്ത് ഞാൻ 20ലേക്ക് മാറ്റുകയാണ്. അവിടെ ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ബൈയിങ് വരുന്നത് എവിടെയാണ്, ഈ ഒരു 20 EMA മുകളിലായിട്ടാണ്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം 20 EMA മുകളിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ എൻട്രി ട്രിഗർ ആയിട്ടില്ല അല്ലേ, ഇതിൻ്റെ മുകളിലേക്ക് ക്യാൻഡിൽ പോയിട്ടില്ല. ബട്ട് ഇവിടെ എൻ്റെ എൻട്രി ട്രിഗറായി. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇതിനെ എൻ്റെ SL ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ എൻട്രി എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഇവിടെ എങ്ങനെയായിരിക്കണം എൻ്റെ ക്വാണ്ടിറ്റിനെ ഞാൻ ആഡ് ഓൺ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പം എൻ്റെ എൻട്രി, ഇതിൻ്റെ താഴെയായിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ്. സോ ഇവിടെ എനിക്ക് ഇത്ര വലിയൊരു സ്റ്റോപ്പ് ലോസ് കിട്ടുന്നുണ്ട്. ലൈക്ക് എത്ര ഡോളേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്, $3 സ്റ്റോപ്പ് ലോസ് എനിക്ക് വരുന്നുണ്ട്. സോ ഇതിനിടയിൽ ഒരിക്കലും ഇവിടെയല്ല നിങ്ങൾ ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യേണ്ടത്, ഇങ്ങോട്ട് വരുമ്പോഴാണ് ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യേണ്ടത്. ഈ താഴത്തേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എഗെയിൻ നമ്മൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ കളഞ്ഞിട്ട് വീണ്ടും എഗെയിൻ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ അടുത്ത ബൈ ട്രേഡ് ആക്റ്റീവ് ആവുന്നത്. ഓർഎൽസ് നമ്മുടെ സെൽ ട്രേഡ് ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ താഴേക്ക് ക്യാൻഡിൽ വന്നിട്ടില്ല, ഓർ ഇതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് നമുക്കൊരു ക്ലോസ് വന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇവിടെ നമുക്കൊരു SL വരും, 20 EMA ക്രോസിങ് മാത്രം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വരും അല്ലേ, ഇതിൻ്റെ താഴെയായിട്ട്. സോ ഇവിടെയാണ് നമ്മുടെ SL വരുന്നത് ആൻഡ് ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അതിനിടയിൽ നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ 20 EMA യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് SL വരും. സെയിം കേസ് ഞാനിവിടെ 20 EMA മുകളിൽ ക്രോസ് ചെയ്യുമ്പോൾ ബൈ എന്നുള്ള ലെവലിൽ ചിന്തിക്കുകയാണ്. ഞാനിതിൻ്റെ കൂടുതൽ 20 and 50 കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, 50യുടെ താഴെ നിൽക്കുമ്പോൾ ഞാൻ ബൈ മാത്രമേ ആലോചിക്കുകയുള്ളൂ, 50യുടെ മുകളിലാണ് താഴെ നിൽക്കുമ്പോൾ സെല്ല് മാത്രമേ ആലോചിക്കുള്ളൂ.
50യുടെ മുകളിലേക്ക് വന്നാൽ ഞാൻ എൻ്റെ ഓപ്പർച്യൂണിറ്റി ബൈ ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി വരാൻ പോകുന്നത് അല്ലേ, ഈ ഒരു പോയിന്റിലാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി വരാൻ പോകുന്നത്. സോ ഇവിടം മുതൽ ഞാൻ താഴേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ എൻട്രീസിന് ആഡ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങോട്ടല്ല. ഇങ്ങോട്ടാവുമ്പം നമ്മുടെ കോസ്റ്റ് ഹൈ ആയിട്ട് പോവുകയാണ്. എഗെയിൻ മുകളിൽ ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ട് എഗെയിൻ ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ ഇവിടെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിനെ ഞാൻ എൻ്റെ SL ആയിട്ട് പ്ലേസ് ചെയ്യുകയാണ്. എഗെയിൻ വീണ്ടും പറയുകയാണ്, മുകളിലേക്കല്ല താഴേക്കായിരിക്കണം നമ്മളുടെ ട്രേഡ് പ്ലാന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. സോ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.